വിളയം കടപ്പുറത്തെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായി. ഇതേ കടപ്പുറത്തെ തന്നെ 3-ാം വാർഡിൽ തൈവിളയിലെ അബ്ദുള്ളയുടെ മകൻ അൻവർ അബ്ദുള്ളയാണ് പോലീസ് കസ്റ്റഡിയിലായത്. ചെന്നൈയിൽ വെച്ച് പിടിയിലായ ഇയാളുടെ ഫോണിൽ നിന്നും സംഭവ സ്ഥലത്തു നിന്ന് കണ്ടെത്തിയ അക്രമികളുടേത് എന്ന് കരുതുന്ന മൊബൈലിലേക്ക് വന്ന കോളാണ് ഇതിന് പ്രാഥമിക തെളിവായി മാറിയത്. സിറ്റി കമ്മീഷണർ മഹേന്ദ്രവർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അൻവർ അബ്ദുള്ളയെ നേരിട്ട് അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ ഫോണിലേക്ക് അൻവറിന്റെ അല്ലാതെ മറ്റൊരു കോളും വന്നിട്ടില്ല. ചെന്നൈയിലെ മെട്രോ ഹോട്ടലിൽ വെച്ചാണ് ഇയാളെ ഞാൻ അറസ്റ്റ് ചെയ്തത്. പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോംബ് സ്ഫോടനത്തിനും രഹസ്യ നീക്കങ്ങൾക്കും മാത്രം ഉപയോഗിക്കാനാണ് ഈ മൊബൈൽ എടുത്തിരിക്കുന്നത്. ഇയാൾക്ക് രാജ്യാന്തര തീവ്രവാദ ബന്ധമുള്ളതായി ഞങ്ങൾക്ക് സൂചന കിട്ടിയിട്ടുണ്ട്. എനിവേ, ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ടെററിസ്റ്റ് അറ്റാക്ക്. യെസ്, താങ്ക് യു. നോ മോർ കമന്റ്സ്. ജാമ്യം കിട്ടാൻ ഇതിന് മാർഗമുണ്ടോ റസിയ? ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നിരപരാധിയായ ഒരാളെ പിടിച്ചോണ്ടുപോയി മാനസികമായും ശാരീരികമായും ഇങ്ങനെ പീഡിപ്പിച്ച് കുറ്റം തലയിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാ നമ്മൾ അതിനെ എതിർക്കണം. നിന്റെ പുന്നാര മോള് നിന്നെ ജനിപ്പിച്ചൊന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ ഇത്രയും ശിക്ഷിക്കരുത്. എനിക്ക് വയസ്സ് 55. ഇനി അടിയും തൊഴിയും കൊള്ളാനുള്ള കരുത്ത് എനിക്കില്ല. മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിന്റെ ജീവിതം ഏകദേശം തീരാറായി. അല്ല, സമാധാനമായി അന്ത്യശ്വാസം വലിക്കാൻ ഒരവസരം കൊടുക്കണമെന്നാണ് അപേക്ഷ. അതിന് ഞാൻ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തെന്നോ? ഈ തീവ്രവാദിയുടെ വീട്ടിൽ നിനക്കെന്താടി കാര്യം? കണ്ടില്ലേ, പോലീസ് കൊണ്ടുപോയി തല്ലി സിമന്റ് കളഞ്ഞ കമ്പിയെ പോലെ നിർത്തിയിരിക്കുന്നു. ഇനി നിന്റെ വാപ്പായുടെ സിമന്റും കൂടി പൊട്ടിക്കോടി. നീ വീട്ടിൽ പോടി. പറച്ചോനെ ഓർത്ത് എന്റെ മോനെ തീവ്രവാദിയാക്കരുത്. സ്വന്തം നാട്ടില് സ്വന്തം നാട്ടുകാരുടെ ബർമ്മയ്ക്ക് ബോംബ് വെച്ച് കിടക്കുന്ന അവനെ തീവ്രവാദി എന്നല്ലാണ്ട് പിന്നെ എന്ത് വിളിക്കണം? രാജ്യദ്രോഹി എന്ന് വിളിച്ചാലോ? വംശീയ കൊലപാതകി എന്ന് വിളിച്ചാലോ? ഞാൻ മാത്രമല്ലല്ലോ, ഹാജരും ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്നെ മാത്രം പട്ടിന്ന് വിളിക്കുന്നത്? താനെന്താ എന്നെ പട്ടിന്ന് വിളിക്കാത്ത? നിങ്ങളെ വിളിക്കാത്ത ഈ കുട്ടി ഓർത്തിട്ടാ? താനെന്തിനാണോ പ്രൊഫസറെ എന്റെ നേരെ വരുന്നത്? ഞാൻ എന്റെ മോളെ വിളിച്ചോണ്ടോ വന്നതാ, അല്ലാതെ തീവ്രവാദികളെ. ഇനി എന്തെങ്കിലും പറഞ്ഞ നാക്കേമ്പെടുത്തെടുക്കും. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഇവളോടാണ്, എന്റെ പെങ്ങളോട്. എടി പെങ്ങളെ, ഇത് നിനക്ക് പടച്ചോൻ തന്നാണ്. പണ്ട് ഈ മുക്രിയോടൊപ്പം എല്ലാവരെയും ചതിച്ച് കുടുംബത്തിന്റെ മാനവും കളഞ്ഞ് ഇറങ്ങിപ്പോയതിന് പടച്ചോൻ തന്ന ശിക്ഷയാണ് ഇത്. അത് കാരണം നിനക്കൊരു പട്ടം കിട്ടി, തീവ്രവാദിയുടെ ഉമ്മ. കൊള്ളാം. സഹായിക്കാൻ വരുന്നവരോടായി പറയുക, കുറ്റം രാജ്യദ്രോഹമാണ്. കുടുംബത്തിൽ കിടന്ന് ഉറങ്ങാനൊക്കില്ല. വീട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് എന്റെ മോളോട് പറയാ, മര്യാദയ്ക്ക് കൂടെ പോരുന്നോ അതോ പിടിച്ച് വണ്ടി കയറ്റുന്നോ? ബാപ്പയുടെ മോള് കൂടെ വരിക. പക്ഷെ അഡ്വക്കേറ്റ് റസിയയ്ക്ക് ഈ കേസിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്യും. ചവിട്ടിക്കോ. അങ്ങോട്ട് ഇറക്ക്. പതുക്കെ എടുത്തു വെച്ചാട്ടെ. അമ്മച്ചി വെയിലധികം കൊള്ളണ്ട. പൂവർ കൺട്രി, ആരെ കാണാൻ പോലും ഇല്ല. വാടാ മോനു. കമ്മി. എക്സ്ക്യൂസ് മീ ജെന്റിൽമാൻ, ഈ പുലിക്കോടന്റെ ഹോം വേ എവിടെയാ? ഹോം വേ അറിയില്ല. പ്യൂവർമാൻ. കറക്റ്റ്. മനസ്സിലായില്ല അല്ലേ? ഇല്ല. പുലിക്കോട മുതലാളിയുടെ വീട്. ഓ, അതോ? നേരെ പോയാ മതി. അല്ല, ആരാ മോനു? അമ്മ മനസ്സിലായില്ലല്ലേ? അക്കരേന്നാ കൊമ്പിക്കുന്നെന്ന് വെറോണിക്ക ചേട്ടത്തി. പുലിക്കോടന്റെ മോളെ പെണ്ണ് കാണാൻ വന്നതാ. ആനയൊക്കെ ഉള്ള ഫാമിലിയാ. കണ്ടറിഞ്ഞൂടെ? പിന്നെ കൂടെ പോയില്ലേ? അതാ ചെക്കൻ. ജിൻഡോ അങ്ങ് അമേരിക്കയിലെ MBA കാരനാ.
പൂത്ത കാശല്ലേ അത് ശരി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്പനർത്ഥം കിട്ടി അർദ്ധരാത്രി കൊട പിടിക്കുന്ന ടീമാ. അതല്ലേ ഞാൻ പിടിച്ചേക്കുന്നേ. പോട്ടെ. അമ്പർലേം കൊണ്ട് കമ്മടാ. I am coming soon, അമ്മച്ചി. ഇതൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നേക്കുവാ? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പീപ്പിൾസിനകത്ത് സംസാരിക്കരുന്ന അയ്യോ, കണ്ടോ അമ്മച്ചി, ഈ വെയിലത്തുനിന്ന് എന്റെ മേക്കപ്പ് മൊത്തവും പോയി. അമ്മച്ചി ഇതൊന്നും ഇട്ടെന്നേ. ആയിട്ട് തരാം മോനെ. എന്റെ മോനെ കറുത്ത് കരിവാളിച്ചു പോയി. ആട്ടെ. അയ്യോ അവിടെ കവിളില് വിണ്ടത്. മാല മാല എവിടെയാ? മാല ഒന്ന് ആൾക്കാർ കാണട്ടെ. ഇപ്പൊ എല്ലാം ഓക്കെ അമ്മച്ചി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചി അമ്മച്ചിനെ വിളിക്കരുതെന്ന്. പിന്നെ മമ്മീന്ന് വിളിയിടാ മോനു. നമ്മളൊക്കെ പരിഷ്കാരിയിലാണെന്ന് ആൾക്കാരൊക്കെ ഒന്ന് അറിയട്ടടാ. പോവാ. വാടാ കമ്മടാ കമ്മി. സീ മോളി, എന്റെ ആകെയുള്ള ഒള്ളി സണ്ണ. ദേ കഴിഞ്ഞ എടുത്തോ പെരുന്നാളിനാ ഇവൻ മരിയ മോളെ വാച്ച് ചെയ്തത്. അന്ന് തുടങ്ങിയതാ ഇവന് മരിയ മോളെ മാരി ചെയ്യണമെന്ന് ഒരേ നിർബന്ധം. യുനോ പല ലേഡീസിന്റെയും ഒത്തിരി തിങ്കിങ്സ് ഇവന് വേണ്ടി ഇങ്ങോട്ട് വന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ഇവൻ പറയുന്നത് മാരി ചെയ്യുന്നെങ്കിൽ അത് മരിയ ഒള്ളിന്നാ. എടാ ആണോ? അതെ അതെ അതെ. I really love you. എനിക്ക് മരിയ ഒത്തിരി ഇഷ്ടമാണ്. സത്യമായിട്ടും ഈ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് ഞാൻ എന്നും മരിയ ഡ്രീമിൽ സ്വപ്നം കാണാറുണ്ട്. അയ്യോടാ പാവം. അതെ. ആന്റി, ഐ വാണ്ട് ടു പീ. എന്താ? അയ്യോ മനസ്സിലായില്ലേ? അവിടെ ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന്. അല്ലെങ്കിൽ കക്കൂസൊക്കെ ഏത് ഭാഗത്താ? മമ്മി കൂറെ ആവല്ലേ. എടാ മോനു, ദേ ഇങ്ങനെ കാണിച്ചാ മതിടാ. അതാ ബാത്റൂം. അതാ അവിടെ ബാത്റൂം അവിടെയാ. അതിൽ കുടിച്ചിട്ട് വയ്ക്കൂ. ഷോ പാവം. പിന്നെ മാരേജ് ഫാസ്റ്റ് ആയിട്ട് നടത്തണമെന്നാ ഇവന്റെ പപ്പയുടെ റിലേറ്റീവ്സ് കം ദിസ് മന്ത് ലാസ്റ്റ്. അശു നമസ്കാരം. ഹൗസ് ബോട്ട് ഓണേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വരാൻ വൈകി. ഞാനാ സെക്രട്ടറി. ഓ, നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ കടവിലോട്ട് വണ്ടി വിട്ടേനായിരുന്നല്ലോ. പുലിക്കോടിന്റെ ബന്ധുക്കളാകാൻ പോകുന്നവര് മോശക്കാരില്ലാത്ത നാട്ടുകാർ അറിയട്ടെ എന്ന് കരുതി ഞങ്ങൾ നടന്ന് ഇങ്ങ പോകുന്നു. എവിടെ എന്റെ മരുമ? അവനെ കക്കൂസിൽ. മോനോ കമ്മിങ് കമ്മിങ്. മതി മതി. അയ്യേ, ഇപ്പൊ വരും. ഇപ്പൊ വരും. ഹായ് ഫാദറല്ലോ. എന്റെ സുഖം തന്നെയല്ലേ? ഐ ആം ഹാപ്പി അങ്കിൾ. അല്ല, എവിടെ എന്റെ സ്വീറ്റി? കണ്ടില്ലല്ലോ. വരാറായില്ലേ? എത്ര ആവണതേ ഉള്ളൂ. അയ്യോ, ഇതല്ലേ മരിയുടെ ന്യൂ ഫേസ്. കൊള്ളാം. അയ്യോടാ, ഐ ലവ് യു. സ്നേഹം കണ്ട. എടാ മോനു ഇറങ്ങണ്ടടാ. അയ്യോടാ കണ്ണു കൊതി തീർന്നില്ല. അയ്യോടാ എടാ നിനക്കുള്ളതാടാ. ഇങ്ങ് കൊണ്ടുവാ ഫോട്ടോ. ഫോട്ടോ നടന്നാട്ടെ. നടന്നാട്ടെ. പാരിക്കോ. പോട്ടെ. വട്ടല്ലേ?